ഹായ് ഗായ്സ്, ഇന്ന് അത്തപ്പൂ ഇടാൻ തുടങ്ങുന്ന ആദ്യത്തെ ദിവസമല്ലേ. അപ്പൊ ഞാനും അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആട്ടോ. പൂവൊക്കെ പറിക്കുന്നുണ്ട്. തുമ്പപ്പൂ പറിച്ചെടുത്തു, തുളസിപ്പൂ പറിച്ചെടുത്തു, വേറെയും കുറെ പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിതൊക്കെ ചെയ്ത് വെക്കുന്ന തലേ ദിവസം കേട്ടോ. എനിക്ക് അന്നത്തെ ദിവസം രാവിലെ കോളേജിൽ പോകേണ്ടതുകൊണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല. അപ്പൊ രാവിലെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പൂവൊക്കെ ഇട്ടിട്ട് വേണം എനിക്ക് അമ്പലത്തിൽ പോകാൻ. ആദ്യം വിളക്കൊക്കെ കത്തിച്ച് വെച്ചാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ദേ അത്തപ്പൂ ഇടാനുള്ള ആ ഒരു ഭാഗം നമ്മൾ മണ്ണിട്ട് മേളിൽ ചാണകമൊക്കെ മെഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ദേ അതിലേക്ക് ഞാൻ ആദ്യം ഒരു തുമ്പപ്പൂ വെച്ചാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്മ പറഞ്ഞു തുമ്പപ്പൂവും തുളസിപ്പൂവും വെച്ച് വേണം അത്തപ്പൂ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ദേ ഞാൻ തുമ്പപ്പൂവും തുളസിപ്പൂവും ഒക്കെ വെച്ച് അത്തപ്പൂ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പൂക്കളുണ്ടായിരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള പൂ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എന്താണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര കുറവ് പൂക്കളാട്ടോ ഉണ്ടായിരുന്നതെല്ലാം. അപ്പൊ പിന്നെ ഞങ്ങള് കുറെ സ്ഥലത്തൊക്കെ പോയി, കുറെ വീട്ടിൽ നിന്നൊക്കെ പോയി പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നാട്ടോ ഇപ്രാവശ്യം അത്തപ്പൂ ഇടുന്നത്. അപ്പൊ സാധാരണ നമ്മുടെ വീട്ടിൽ തന്നെ പൂ ഉള്ളപ്പം രാവിലെ എഴുന്നേറ്റ് പൂ പറിക്കുക, ഇടുക, അങ്ങനെയായിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ പറിച്ചു വെക്കുക, വെള്ളം തെളിച്ച് വെക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പോയി നേരെ പോവുക, ഫ്രഷ് ആയിട്ട് പൂ പറിക്കുക, അത്തപ്പൂ ഇടുക, അങ്ങനെയായിരുന്നു. ഇത് ഈ വിട്ടിരിക്കുന്ന 4 മണി പൂ ഞാൻ ആ സ്പോട്ടിൽ പറിച്ചെടുത്ത പൂവാ കേട്ടോ. ആ ഒരൊറ്റ പൂവേ ഉള്ളൂ ഞാൻ അപ്പം തന്നെ പറിച്ചെടുത്തത്. ബാക്കിയെല്ലാം ഞാൻ പറിച്ചു വെച്ചിട്ട് കിടന്നുറങ്ങിയ പൂക്കളാ. ഞാൻ കുറേ റൗണ്ട് കൊടുത്തേ കേട്ടോ. ആദ്യം വെള്ളപ്പൂവുണ്ട്, പിന്നെ മഞ്ഞപ്പൂ, പിന്നെ ഓറഞ്ച് പൂ, പിന്നെ ഒരു പിങ്ക് കളറുള്ള 4 മണി പൂ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചെമ്പരത്തിപ്പൂവും വെള്ളപ്പൂവും കൊണ്ട് റൗണ്ടൊക്കെ കൊടുത്ത്. അങ്ങനെ എൻ്റെ അത്തപ്പൂ എന്ന് പറഞ്ഞാൽ റൗണ്ടിൻ്റെ അത്തപ്പൂവാ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊട കുത്തും കേട്ടോ. ഒന്നാമത്തത്തിന് ഒരു കൊട, രണ്ടാമത്തെ അത്തത്തിന് രണ്ട് കൊട, അങ്ങനെ 9 അത്തം വരെ ഞാൻ കൊട കുത്താറുണ്ട്. 9 കൊട വരെ ഞാൻ കുത്തും. 10ാമത്തെ അത്തത്തിന് ഞങ്ങൾ സിറ്റ് ഔട്ട് വലിയൊരു അത്തപ്പൂവൊക്കെ ആയിട്ട് ഇടുന്നത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ നിങ്ങളൊക്കെ അത്തപ്പൂ ഇട്ടോ വീട്ടില്? അത്തപ്പൂ ഇട്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ ഞാനിത് 10 ദിവസത്തെ എൻ്റെ അത്തപ്പൂ ഇടുന്നത് നിങ്ങളെ കാണിക്കാനാട്ടോ കരുതുന്നത്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടോ കുട കുത്തുന്നത്. സാധാരണ കുറച്ചുകൂടെ അടുക്കായിട്ടുള്ള പൂവാട്ടോ ഞാൻ കുട കുത്താനായിട്ട് ഉപയോഗിക്കുന്നത്. വെളുപ്പാങ്കാലത്ത് ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് പൂക്കളൊന്നും വൃത്തിയായിട്ട് വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ 1ാമത്തെ കുട കുത്തി കേട്ടോ. ഇങ്ങനെ ഞാൻ 9 ദിവസം 9 കുട കുത്തും. 10ാമത്തെ ദിവസം മാത്രം ഞാൻ 10 കുട കുത്തത്തില്ല കേട്ടോ. കാരണം ഞാൻ സിറ്റ് ഔട്ടിലാണ് ഇടുന്നത്. പണ്ട് അമ്മയൊക്കെ പിണ്ടിയെ കുത്തുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അവരൊക്കെ കുത്തുമായിരുന്നു. പക്ഷെ ഇപ്പം കുത്താറില്ല, കാരണം സിറ്റ് ഔട്ടിൽ ഇടുന്നുണ്ട്, കുത്താൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.